അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ കലംകാരി ഡിജിറ്റൽ പ്രിൻസും അതുപോലെ മിറർ വർക്കുമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പട സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ്. രണ്ടും ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഉപ്പട സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. പണ്ട് ഒരുപാട് ഡിസൈൻസ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ഉള്ള ഡിസൈന്. അപ്പോൾ ഇതിൽ കളേഴ്സ് വന്നേക്കുന്നതാണേലും ഇതിൽ ഈ ഒരു ഷെയ്ഡാട്ടോ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇതൊരു ബ്രൗൺ പീച്ച് കളർ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ്. എൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ട് ഇതുപോലെ വരും. കുറച്ചൊരു ഗ്ലേസിനെസ് ഉണ്ട്. ഉപ്പട സിൽക്ക് ഫാബ്രിക്കിൽ ചെറിയൊരു ഗ്ലേസിനെസ് ഉണ്ട്. ആ ഒരു ഫിനിഷോടുകൂടിയാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ ബൂട്ടാസ് എംബ്രോയ്ഡറി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഫ്രണ്ട് പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫാബ്രിക്കും അതിലും എംബ്രോയ്ഡറി വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ദുപ്പട്ടയാട്ടോ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മിഡിൽ പോർഷനിൽ ബട്ടീക്കിൻ്റെ പാറ്റേണിലുള്ള പ്രിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ചുറ്റും പ്ലെയിൻ ആയിട്ടുള്ള പോർഷനിലെല്ലാം ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക്. പിന്നെ ഓവറോൾ നല്ല റിച്ച് ആൻഡ് ഡിഫറെൻറ്റ് ലുക്ക് തന്നിട്ടുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഷാൻറ്റോൺ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലുള്ള കളേഴ്സാണ് എല്ലാം സെയിം പാറ്റേണിൽ തന്നെ. ഇത് വന്നേക്കുന്നത് പിങ്കാണ്. പിങ്ക് കളറിൽ സെയിം ആ എംബ്രോയ്ഡറി എല്ലാം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അടുത്ത ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ വരുന്നത് ഒരു ടീൽ ബ്ലൂ, ഒരു ഡസ്റ്റി ടീൽ ബ്ലൂ ഷെയ്ഡ്. വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. യോക്ക് പോർഷനിലോട്ട് കലംകാരി പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻസ് ആണ്. ഹൈലൈറ്റിംഗ് ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്പ്രെഡ് ചെയ്ത് ചെറിയ ബൂട്ടാസ് എല്ലാം ഡിജിറ്റൽ പ്രിൻസ് ആണ്. ഈവൻ ഹെം ലൈനിലോട്ട് ബോർഡർ വരുന്നുണ്ട്, അതിലും ആ മിറർ വർക്ക് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സിനായിട്ട് അഡീഷണൽ ആയിട്ട് ഫാബ്രിക് ഉണ്ട്. അതിലോട്ട് ആ ഒരു പ്രിൻസും ബോർഡറും ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് വരുമ്പോൾ ആ ബൂട്ടാസും വരുന്നുണ്ട്, ഏറ്റവും എൻഡിലായിട്ടുള്ള ബോർഡറും വന്നിട്ടുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നതും വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതൊരു ഷെയ്ഡ് വന്നേക്കുന്നത് ടീൽ ഗ്രീൻ ആണ്. അപ്പോൾ അതിലോട്ട് പ്രിൻ്റ് വരുന്നുണ്ട്. വലിയ പ്രിൻ്റുകളാണ്, കലങ്കാരിയുടെ തന്നെ വലിയ പ്രിൻസ്. താഴെ ബോർഡറായിട്ട് വന്നിട്ടുണ്ട്. മിഡിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ചുറ്റും ബോർഡർ വരുന്നുണ്ട്. 4 കോർണറിലും ടാസൽസും വരുന്നുണ്ട്. അപ്പോൾ ദുപ്പട്ട വിസ്കോസ് ജോർജറ്റും കൂടെ തന്നെ ആയതുകൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സിന്തറ്റിക് സിൽക്കിലാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഇതിലോട്ടെല്ലാം കലങ്കാരി പ്രിൻറ്റുകളെല്ലാം ഒരു റെഡ് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് കോമ്പിനേഷൻ. പിന്നെ ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്നത് ഓഫ് വൈറ്റ് ആണ്. ഇതിലേക്കൊരു ഡാർക്ക് ടീൽ ബ്ലൂ കളറിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു റെഡ് പിങ്ക് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ്. നമ്മൾ യൂഷ്വലി കാണാത്തൊരു കളറാണ്. നല്ല ഡാർക്ക് ടോണിൽ വന്നേക്കുന്നതാണ്. ഇതിലേക്ക് ആ ടീൽ ബ്ലൂ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്.